വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് വടയാണ്. അതിനു വേണ്ടി ഞാൻ 200 ml കപ്പിൽ 1 കപ്പ് നിറച്ച് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. വടപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് പീസ് പരിപ്പ്. അപ്പോൾ അതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്കൊരു 15 മിനിറ്റിൽ അങ്ങനെ അരിപ്പയിൽ വെള്ളം പോകാൻ വേണ്ടി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 5 ഉണക്കമുളകാണ്. ഇനി 1 ടേബിൾ സ്പൂൺ പരിപ്പ് അതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പരിപ്പും ഉണക്കമുളകും നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പുവടയിൽ ആ പരിപ്പ് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള പരിപ്പ് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പരിപ്പും ഉണക്കമുളകും അതിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ബാക്കി പരിപ്പും കൂടി അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പരിപ്പുവടയ്ക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 12 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, അത് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ, അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ആ പൊരിക്കുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ നമുക്ക് പരത്തുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല, അതുപോലെ തന്നെ ക്രിസ്പി ആയിരിക്കില്ല. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പെരിഞ്ജീരകപ്പൊടിയും കായം പൊടിയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പരിപ്പിലേക്കും ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള പരിപ്പുവടൻ്റെ ആ സൈസിനുള്ള ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തി പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളാക്കിയിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഞാനെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ കൈൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പരിപ്പോടെ പരത്തുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം മറ്റേ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് അങ്ങനെ അമർത്തി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നടുക്കിൽ കുറച്ച് കട്ടി ഉണ്ടാവും, സൈഡിലേക്ക് നല്ല കനം കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ നമുക്ക് കുറച്ചെണ്ണം പരത്തി വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പരിപ്പോടൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിതുപോലെ ആദ്യം തന്നെ പരത്തി വെക്കണം നിർബന്ധമില്ല കേട്ടോ. നമുക്ക് സ്പീഡിൽ അങ്ങനെ പരത്തി ഇട്ട് പൊരിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പൊരിച്ചെടുത്താലും മതി.
പരിപ്പുവടൻ്റെ സൈസൊക്കെ പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചെറിയ പരിപ്പുവടയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നമ്മളുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്